إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പുതിയ കാലമെന്ന് പറയുന്നത് വലിയ പരീക്ഷണങ്ങളുടെ ഒരു കാലമാണ്. ഈ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് പരിശുദ്ധ ഖുർആനും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യക്തിപരമായി പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കുടുംബരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനമാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് മുമ്പ് ദുനിയാവിൽ പടച്ച റബ്ബ് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരും. അതെന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുന്നിടത്ത് പുതിയ കാലത്ത് ഖുദ്സിലെ മുഫ്തിയായ മുഹമ്മദ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ഖുദ്സിലെ മുഫ്തിയോട് ഫലസ്തീനിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫലസ്തീനിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ ജനിച്ചു വീണ് ഞങ്ങളുടെ നാടുപേക്ഷിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുക എന്ന് വളരെ സങ്കടത്തോടുകൂടി ഖുദ്സിലെ മുഫ്തിയോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത്: നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങൾക്ക് ഫലസ്തീനിലേക്ക് മടങ്ങാൻ കഴിയും. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നൽകാവുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു ഉത്തരമാണിത്.
നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അല്ലാഹു ഇളവ് തരും. ഇതാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ, മതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്തറിയോ? വലാ തജഅൽ മുസീബതനാ ഫീ ദീനിന. പടച്ചോനെ, ദുനിയാവിൽ എന്ത് പരീക്ഷണം തന്നാലും അതൊക്കെ ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണ്. പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ എന്നെ പരീക്ഷിക്കരുതേ. ജീവിതത്തിൽ എന്തു പരീക്ഷണങ്ങൾ വന്നാലും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്. പക്ഷെ ദീനിൽ അല്ലാഹുവേ ആ വിഷയത്തിൽ എന്നെ പരീക്ഷിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ അറിയോ? ദീനീ ബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാളും, മക്കൾ നഷ്ടപ്പെടുന്നതിനേക്കാളും, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാളും ഗൗരവമേറിയതാണ് ദീന് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, മിസ്കീൻ, ഒരു മിസ്കീൻ ആരാന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹം പറയാണ്, മുഹിബ്ബുദ്ദുന്യ യസ്കുതു മിൻഹു ദിർഹം. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ദിർഹമുകൾ നഷ്ടപ്പെട്ടു, 1,00,000 ഉറുപ്പ്യ നഷ്ടപ്പെട്ടു. ഫയളല്ലു നഹാറഹു യഖൂൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന്ന് പകല് മുഴുവനും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകല് മുഴുവനും മുസീബത്ത് ബാധിച്ചവനെ പോലെ സങ്കടപ്പെട്ട് വേദനയോടെ ആവലാതിപ്പെട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വയൻഖുസു ഉംറുഹു വദീനുഹു, ഒരാളുടെ ആയുസ് കുറയുന്നു, ഒരാളുടെ ദീന് കുറയുന്നു, ദീന് നഷ്ടപ്പെടുന്നു. വലാ യഹ്സന അലൈഹി, അതിൻ്റെ പേരിൽ ഒരു സങ്കടവുമില്ല, വേദനയില്ല, പ്രയാസങ്ങളുമില്ല. ഒരു നേരത്തെ ജമാഅത്ത് കിട്ടിയിട്ടില്ല, നിസ്കാരം നഷ്ടപ്പെട്ടു, ഒരാളും സങ്കടപ്പെടുന്നില്ലല്ലോ, ഒരാളും വേദനിക്കുന്നില്ലല്ലോ. റമദാൻ മാസത്തിലൊരു നോമ്പ് നഷ്ടപ്പെട്ടു, അതിൻ്റെ പേര് സങ്കടമില്ലല്ലോ. വേറെ അങ്ങനെ ഇസ്ലാമിൻ്റെ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും ദീനിൻ്റെ ഒരു കാര്യം നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നമുക്ക് ആർക്കെങ്കിലും സങ്കടമുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവതലത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാൻ്റെ ദീനിലേക്ക് മടങ്ങലല്ലാതെ പരലോകത്ത് ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി എന്താ അറിയോ? അല്ലദീ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ജീവിക്കാൻ എത്രയാണോ ആയുസ് കിട്ടിയത്, ആ ഉള്ള ആയുസ് നല്ല കാര്യത്തിൽ വിനിയോഗിച്ചവൻ ആരാണോ അവനാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, 60 കൊല്ലം ജീവിക്കാൻ പടച്ചോ നമുക്ക് ആയുസ് നൽകി, ആരോഗ്യം നമുക്ക് നൽകി. ഈ 60 വർഷത്തിൽ എത്ര വർഷം, എത്ര നന്മകൾ നമ്മുടെ നന്മകളുടെ ഭാണ്ഡത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ ഗൗരവതരമാണ്. കാരണം എന്താ അറിയോ? ഈ ദുനിയാവ് കിട്ടുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാനാവാത്ത സെക്കൻഡുകളാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ 3 ആളുകളുടെ ബനൂ ഉദ്റ ഗോത്രത്തിലെ 3 ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട, ഈ 3 ആളുകൾ ആരാണ് ഏറ്റെടുക്കുക? അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ 3 പേരെയും ഏറ്റെടുക്കുന്നു. അതിൽ 2 പേർ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ധീര രക്തസാക്ഷിത്വം വരിക്കുന്നു, ഷഹീദാകുന്നു. 1 കൊല്ലം കഴിഞ്ഞിട്ട് 3ാമത്തെ വ്യക്തിയും മരണപ്പെടുന്നു, സാധാരണ മരണം. ഈ 3 പേരെയും അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്. സ്വർഗത്തിൽ വലിയ ദർജയിലാണ് 3 പേരും. പക്ഷേ ഒരു വ്യക്തി, സാധാരണ മരണം വരിച്ച വ്യക്തിയാണ് ഷഹീദായവരെക്കാളും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളത് സ്വർഗത്തിൽ. ഇത് കണ്ടപ്പോൾ ഈ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലൊരു ചെറിയൊരു ശങ്ക വന്നു. ഇതെന്താണ് അങ്ങനെ? ഷഹീദിനേക്കാളും വലിയൊരു കൂലി എന്താണ് സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് കിട്ടിയത്? അദ്ദേഹം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു.
അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? ഷഹീദായ രണ്ടുപേർക്കും കിട്ടാത്തൊരു കാര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലേ? എന്താണത്? ഒരു വർഷം അയാൾക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ആ കിട്ടി. ഒരു വർഷത്തിൽ ഒരു റമദാൻ അയാൾക്ക് കിട്ടിയില്ലേ? കിട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ലൈസ അഹദുൻ അഫ്ളല ഇൻദല്ലാഹ് മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം. ഒരാൾ മുസ്ലിമായിരിക്കെ ഈ ദുനിയാവിൽ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാനാവാത്ത സെക്കൻഡാണ്. യുക്സറു തക്ബീറുഹു വതസ്ബീഹുഹു വതഹ്ലീലുഹു വതഹ്മീദുഹു. കാരണം അവൻ തക്ബീറുകൾ വർദ്ധിപ്പിക്കുന്നു, തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുന്നു, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുന്നു, തഹ്മീദുകൾ വർദ്ധിപ്പിക്കുന്നു. അവൻ ഒരുപാട് നന്മകൾ എന്ത് ചെയ്യാണ്? വാരിക്കൂട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഒരു ഷഹീദിനേക്കാളും ഇത്രയും വലിയൊരു ദർജ ഒരു വ്യക്തിക്ക് കിട്ടിയത്, മറ്റൊരു സ്വഹാബിക്ക് കിട്ടിയത്, അയാൾക്ക് ഈ ദുനിയാവിൽ ഒരു വർഷവും കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. അത്രയും നന്മകൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ? പടച്ചോ നമുക്ക് തന്നൊരു ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. അത് ഏറ്റവും നല്ല കാര്യത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത്, നന്മകളിൽ വിനിയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ട നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിൻ്റെ വെളിച്ചം കിട്ടിയ, സുന്നത്തിൻ്റെ വെളിച്ചം കിട്ടിയ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ നന്മ എന്താണെന്നറിയോ സഹോദരങ്ങളെ? നമ്മൾ നിസ്കരിക്കുന്നവരാകണം എന്നുള്ളതാണ്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മരിക്കുന്ന ഘട്ടത്തിൽ, റൂഹ് പിടിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ സങ്കടത്തോടെ, ഖേദത്തോടു കൂടി പറയുന്നൊരു വാചകം എന്താ അറിയോ? ഫലാ സ്വദ്ദഖ വലാ സ്വല്ല. വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചില്ലല്ലോ, ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്ന് മരണക്കിടക്കയിൽ വെച്ച് നമ്മൾ പറയുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരം എന്ന് പറയുന്നത് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു ആരാധനയാണ്. നിസ്കാരം നമുക്കില്ലെങ്കിൽ ശരിക്കും മനസ്സിലായിക്കൊള്ളി, നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടവരായിത്തീരും. കാരണം എന്താ അറിയോ? ഖുർആൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞ എന്താ അറിയോ? ഫഇൻ താബു, അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, വഅഖാമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തിയാൽ, വആത്തുസ്സക, അവർ സകാത്ത് കൊടുത്താൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിസ്കരിക്കാത്ത ആൾ നിങ്ങളുടെ സഹോദരനല്ല. നിങ്ങൾ ആലോചിച്ചു എത്ര ഗൗരവത്തിലാണ് ഒരാളെ മുസ്ലിമായിട്ട് പരിഗണിക്കുന്നത് വരെ അയാൾ നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളും കാഫിര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സഹോദരങ്ങളെ? നമ്മളും കാഫിര്യങ്ങളും തമ്മിലുള്ള നിസ്കാരം എന്താണ് സഹോദരങ്ങളെ വ്യത്യാസം? അത് നിസ്കാരമാണ്. ആ നിസ്കാരം നമുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഐഡൻറ്റിറ്റി പേറി നമ്മൾ നടക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മൻ ഹാഫള അലൈഹ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും നിത്യതയും സൂക്ഷ്മതയും ഒരാൾ കൈവരിക്കുന്നുവെങ്കിൽ കാനത്ത് ലഹു നൂറൻ, അത് നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് വെളിച്ചമായി ഈ ഖുർആൻ, ഈ നമസ്കാരം കടന്നു വരും. വബുർഹാനൻ, അത് തെളിവാണ്. വനജാതൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് രക്ഷയാണ് നമസ്കാരം. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. നിസ്കാരത്തെ സൂക്ഷിക്കേണ്ടതുപോലെ നമ്മൾ സൂക്ഷിച്ചാൽ, നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാൽ, അത് നാളെ പരലോകത്ത് നമുക്ക് വെളിച്ചമാണ്. അത് നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് തെളിവാണ്. അത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷയാണ്. എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമല്ലം യുഹാഫിൽ അലൈഹ, ഒരാളത് സൂക്ഷിക്കുന്നില്ല എങ്കിൽ, കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലം യകുൽ ലഹു നൂറുൻ, അവർക്ക് നാളെ പരലോകത്ത് വെളിച്ചമില്ല. വബുർഹാനുൻ, അവർക്ക് നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഒരു തെളിവും ഹാജരാക്കാനുണ്ടാവില്ല. വലാ നജ, ഒരു രക്ഷയും അവർക്കില്ല. വഹുശിറ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനെ ഒരുമിച്ച് കൂട്ടപ്പെടും. എവിടെ? മഅ ഫിർഔൻ വഹാമാൻ വഖാറൂൻ വഉബൈ ഇബ്നു ഖലഫ് എന്ന് പറയുന്ന തെമ്മാടികളുടെ കൂടെയായിരിക്കും നാളെ പാരത്രീക ലോകത്ത് ഒരുമിച്ച് കൂട്ടുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, നിരാശയിലേക്ക് നമ്മൾ പോകുമ്പോൾ, പലപ്പോഴും നമുക്കൊരു പ്രതീക്ഷ, ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ നാമ്പെങ്കിലും ഉണ്ടാകുന്നത് റബ്ബിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ആലോചിച്ചു, പടച്ച റബ്ബിനെക്കുറിച്ചുള്ളൊരു ചിന്തയും ബോധവുമാണ് ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ നാമ്പ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയിരുന്നത്. എന്നാൽ നിങ്ങളുടെ ആലോചിച്ചു, എത്ര പരീക്ഷണങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട് മക്കളുടെ വിഷയത്തിൽ. ഇപ്പോൾ ഇന്ന് ഞാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്താണ് സഹോദരങ്ങളെ,
നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ അഷ്റഫ് സാഹിബിൻ്റെ മകൻ ആക്സിഡൻ്റായി മരണപ്പെട്ടു. അള്ളാഹു ആ പൊന്നുമോന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മളൊക്കെ അങ്ങോട്ട് തകർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ടാകും. ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളിൽ അള്ളാൻ്റെ സഹായം കിട്ടിയേ മതിയാകുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില ഘട്ടങ്ങളിൽ പടച്ചോൻ്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയോ? ഞാനല്ല പറഞ്ഞത്, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. തഫറഗ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകിയാൽ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകിയാൽ, അംല ഉസ്വദറക ഖിന വഅസുദ്ദ ഫഖറക്, നിൻ്റെ ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും നിൻ്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഞാൻ നിറച്ചു തരും എന്ന് ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വ ഇല്ലാ തഫ്അൽ, നിനക്ക് അങ്ങനത്തെ ഒരു നന്മയൊന്നും നിൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എല്ലുമുറിയെ പണിയെടുത്താലും നിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഗൗരവതലത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം, അതിൽ കൃത്യതയുണ്ടാകണം, നിത്യതയുണ്ടാകണം. എങ്കിൽ മാത്രമേ പരലോകത്ത് നാളെ വെളിച്ചവും തെളിവും രക്ഷയും ലഭിക്കുകയുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഫലപ്രദമായി വിനിയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസ്സാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമസ്കാരം അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് നന്മകൾ തരുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു ചരിത്രമുണ്ട്. 4 മുഹമ്മദ്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. മുഹമ്മദ് ബിൻ ജരീർ ഉത്തബരി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമ, മുഹമ്മദ് ബിൻ ഹാറൂനുൽ മർവസി, മുഹമ്മദ് ബിൻ നസുർ റുബിയാനി. ഈ 4 പേരും ഈജിപ്തിൽ മതം പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മതം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിലെ പണം തീരുന്നു. അരപ്പട്ടിണിയായി, മൊഴിപ്പട്ടിണിയായി, വെള്ളം കുടിച്ചു മാത്രം ജീവിതം മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥാവിശേഷം വന്നു. ആളുകളുടെ മുമ്പിൽ കൈനീട്ടലല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ 4 പേരും കൂടെ തീരുമാനിച്ചു, ആരെങ്കിലും മുമ്പിൽ കൈനീട്ടി കുറച്ച് പൈസ വാങ്ങാം. 4 പേരും പറഞ്ഞു, ഞാൻ വാങ്ങില്ല. 4 പേരും ഒരേ അർത്ഥത്തിൽ പറഞ്ഞു, ഞാൻ വാങ്ങില്ല, ഞാൻ വാങ്ങില്ല. അങ്ങനെ അവർ തീരുമാനിച്ചു, 4-ൽ ഏതെങ്കിലും ഒരാൾ നറുക്ക് വീണിട്ട് ആർക്കാണോ നറുക്ക് വീഴുന്നത് അയാൾ ചോദിക്കണം. അങ്ങനെ നറുക്കിട്ടു. അങ്ങനെ നറുക്ക് വീണത് മഹാനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിക്കാണ്. നറുക്ക് വീണപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിട്ട് പൈസ ചോദിക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം ഒളു എടുത്ത് അദ്ദേഹം ദീർഘമായി നമസ്കരിക്കുകയാണ്. നിസ്കരിച്ച് സുജൂദും റുക്കുവും ഒക്കെ കഴിഞ്ഞ് സലാം വീട്ടി അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മുന്നിലൊരു വ്യക്തി വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഈജിപ്തിലെ ഗവർണറുടെ ദൂതനാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് 4 സ്വർണ്ണക്കിഴികൾ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ 4 പേരിവിടെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ഗവർണർ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് കൊണ്ടുവരുന്നതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടോ? നമുക്ക് ശ്രദ്ധ ഉണ്ടോ? പടച്ചോനുമായിട്ടുള്ള ബന്ധം റെഡിയാണോ?
പടച്ചോൻ ഏത് രൂപത്തിലാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളതിന് ഒരടയാളം നമുക്ക് കാണാൻ പറ്റില്ല. ഏത് രൂപത്തിലും പടച്ചോൻ്റെ സഹായം നമുക്ക് കിട്ടും. ഇതാണ് ഇബാദത്തുകളുടെ അത്ഭുതം, പ്രാർത്ഥനയുടെ അത്ഭുതം, ഇബാദത്തുകളുടെ അത്ഭുതമെന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സ്വഹാബിമാരോട്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നോമ്പുകാരനുള്ളത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസയെ അനുഗമിച്ചത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? എല്ലാത്തിനും മറുപടി പ്രവാചകൻ പ്രതീക്ഷിച്ചു. ആരും മറുപടി പറയുന്നില്ല. ബേക്കുന്നൊരു വെളുവെളുത്ത കൈ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അന നബിയെ, ഞാനുണ്ട്. ഇന്ന് ഞാനൊരു പാവപ്പെട്ടൊരു വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നോമ്പുകാരനാണ്. ഇന്ന് ഞാനൊരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്. ഇത് നാലും പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫിംറിൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം എന്ന് പറയുന്നത് പള്ളിയിൽ വരിക, നിസ്കരിക്കുക, ഇത് മാത്രമല്ല ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും തൗഹീദുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സുന്നത്തിൻ്റെ വെളിച്ചം കിട്ടിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മരത്തെപ്പോലെയാണ്, ഫലങ്ങൾ കായ്ക്കുന്ന ഒരു മരത്തെപ്പോലെയാണ്. അത് ചിലപ്പോൾ തണലാകാം, അത് ചിലപ്പോൾ ഭക്ഷണമാകാം, അത് ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ പാർപ്പിടമാകാം. അങ്ങനെ എല്ലാ നിലക്കും ഒരു മുസ്ലിം എന്ന് പറയുന്നത് നന്മകളിൽ മാതൃകയാവേണ്ടവനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും അടയാളപ്പെടുത്തി ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബിൻ്റെ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കൽപ്പും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.